അപ്പോൾ മോളിവുഡ് ടൈംസിൽ വരെ കുറേ പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് പടത്തിന്, സെക്കൻഡ് ഹാഫിനെ കുറിച്ച്, സ്ക്രിപ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ച് ഒക്കെ കുറേ പേര് ക്രിട്ടിസൈസ്. എനിക്ക് അതിലൊന്നും ഒരു വിഷമമില്ല. ഇതിൽ എത്രയുണ്ട് അഭിനവ് സുന്ദർ നായക്? ക്യാരക്ടറിൽ കുറേ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഞാനൊരിക്കലും വിനീതിനെ പോലെ ഇത്ര ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളോ ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള ആളോ അല്ല. 2012 ഞാൻ ആദ്യത്തെ സിനിമ എഴുതിയത്. അതെനിക്ക് ഫാദിനെ വെച്ച് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരിക്കലും അത് ആൻറ്റി റിസർവേഷൻ അല്ല. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു മോശം സ്റ്റേറ്റ്മെന്റ് എൻ്റെ പടത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ആളും അല്ല. അപ്പോൾ ഇത് ഞാൻ അറിയാതെയാണ് ഇത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുന്നു, അഭിനവ് സുന്ദർ നായകിനെ ബയോപിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയും ബയോപിക്കാന്ന് എൻ്റെ വേ ഓഫ് ടേക്കിംഗ് റിവെഞ്ച് എന്ന് പറയുന്നത് എല്ലാം എൻ്റെ സിനിമയിൽ ഇടുക എന്നുള്ളതാണ്. ഒരു മുകുന്ദുണ്ടി ചെയ്ത് വെച്ചിട്ട് എല്ലാ ആക്ടേഴ്സിന് വെച്ച് ഓരോ മുകുന്ദുണ്ടി ചെയ്യാൻ പറ്റില്ല. അത് വിഷമാണ്. അത് അവെഞ്ചേഴ്സ് ഒന്നും അല്ലല്ലോ. കുറച്ചധികം പേഴ്സണൽ ആയിപ്പോയി മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക്കാണ് ക്യൂ സ്റ്റുഡിയോയിൽ. അഭിനവ്, ആദ്യം തന്നെ മോളിവുഡ് ടൈംസ് ഇഷ്ടപ്പെട്ട ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫിലിം എന്ന് പറയുമ്പോൾ സംവിധായകനിൽ എപ്പോഴും ആളുകൾ പറയുന്നുണ്ട് രണ്ടാമത്തെ സിനിമയിൽ പ്രൂവൺ ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് ഞങ്ങൾ കണക്കാക്കുക, പരിഗണിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ സെക്കൻഡ് പടത്തിൽ ആളുകൾ മുകുന്ദൻ ഉണ്ണിയുടെ ഒരു ഭാരമായിട്ടാണല്ലോ വരുന്നത്. അത് ഇറക്കി വെക്കാൻ കൂടി കഴിഞ്ഞ പടമാണല്ലോ ഇത്. അതാണ്. അപ്പോൾ ഈ മുകുന്ദൻ ഉണ്ണി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ആൾക്കാരെല്ലാം, എനിക്ക് തോന്നുന്നു ഞാൻ ഈ പടത്തിന്റെ റിലീസിന് മുന്നേ ടീച്ചറൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ഇതെന്തോ ഡാർക്കാണ്, ഇതെന്തോ ഭയങ്കര ഒരു മുകുന്ദൻ ഉണ്ണിയുടെ ഷെയ്ഡ്സ് ആണെന്നാണ് ഒരു ഭയങ്കര ഉറപ്പ് പോലെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഇതിലെന്തോ ഒരു വേറൊരു ട്വിസ്റ്റ് അതിൽ കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. അതെനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, പടം ഇറങ്ങിയ ശേഷം ആൾക്കാർ അതെനിക്ക് സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പടം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഒരിക്കലും ഈ പറഞ്ഞ പോലെ സെയിം ടൈപ്പ് ഞാൻ മുകുന്ദൻ ഉണ്ണി പോലുള്ള ഒരു പടം തന്നെ ആയിരിക്കും ചെയ്യാന്നുള്ളത് ഇനി എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഇതിന്റെ ക്യാരക്ടർ ആർക്കും പ്രോഗ്രഷൻ ഒക്കെ അങ്ങനെ ആയിരിക്കും പ്രതീക്ഷ. ഇപ്പം മുകുന്ദൻ ഉണ്ണി ആവും അത് ആ സെയിം മോഡലിലേക്ക് സ്വിച്ച് ചെയ്യുന്നുള്ളൂ. എപ്പോഴും ഓഡിയൻസിന് ഇഷ്ടം കള്ളന്മാരുടെ കഥ കാണാനാണ്. ഒരു പാവത്താൻ്റെ ഒരു കഥ കാണാൻ ഓഡിയൻസിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകൾ എപ്പോഴും അത്ര ഇൻട്രസ്റ്റ് വാല്യൂ ഉള്ള കാര്യമാണ്. ആളുകൾക്ക് ഇപ്പം എപ്പോഴും ഇപ്പം പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ മീശവാദം കാണുന്ന സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അത് കള്ളന്റെ കഥയായതുകൊണ്ട്. അപ്പം ഈ കള്ളന്മാർ ചെറിയ ഫ്രോഡുകളുടെ കഥകളാണ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മുകുന്ദൻ ഉണ്ണിക്ക് ഇത്രയധികം ഫാൻ ഫോളോയിങ്. എപ്പോഴും അത് ഭയങ്കര അമ്യൂസിംഗ് ആണ് ഓഡിയൻസിന്. എപ്പോഴും ഒരു കള്ളൻ എങ്ങനെയായിരിക്കും, ഒരു സൈക്കോ എങ്ങനെയായിരിക്കും, ഒരു തെറ്റ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര അമ്യൂസിംഗ് ആണ്. അത് കാരണം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് അവരുടെ ഇമാജിനേഷനിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ തെറ്റുകൾ എന്ന് പറയുന്നത്. അതെ, പിടിക്കപ്പെടാതിരിക്കുക, അതൊക്കെ ഭയങ്കര ഒരു ഫാന്റസികളാണ്. മീഡിയോക്രിറ്റി ആണ് എന്ന് പറയുന്നത്. മീഡിയോക്രിറ്റി ആണ് അല്ലെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അവിടെ അതിലൊരു ഓതർ ബാക്ക്ഡ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ സാധനം. അബി, ഈ ഒരു സിനിമയുടെ ഒരു ടോട്ടൽ ഒരു മെറ്റഫർ പോലെ അല്ലെങ്കിൽ ടോട്ടൽ ഫിലോസഫി പോലെ എന്താ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഈ സിനിമയുടെ ഒറിജിനൽ ടൈറ്റിൽ നമ്മൾ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള ടൈറ്റിൽ ഭാഗ്യവാൻ. മൂവി ഈസ് ഓൾ അബൌട്ട് ലക്ക്. ഹൗ certain things are not in our control. നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തോ കൺട്രോൾ ഇല്ലാത്ത, നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും എന്തോ നമ്മുടെ കൺട്രോൾ ഇല്ലാത്തൊരു കാര്യം വന്ന് നമ്മൾ എടുത്ത എഫേർട്ടൊക്കെ ചിലപ്പം ഇൻവാലിഡേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസസ് അറ്റ്ലീസ്റ്റ് എനിക്ക് ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്ന് സിനിമാ രൂപത്തിലാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ബേസിക്കലി ലക്കാണ് നമ്മുടെ ബേസിക് ഡ്രൈവിംഗ് ഫോഴ്സ്. ഈ ലക്കിനെ കുറിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. എന്താണ് ഈ ലക്ക് എന്ന് പറയുന്നത്? അത് എപ്പോഴും ലക്ക് എന്ന് ആൾക്കാർ പറയുമ്പോൾ അതൊരു സൂപ്പർസ്റ്റിഷൻ ആയിട്ടാണ് കണക്കാക്കുക. എനിക്ക് ലക്കിന് ഒരിക്കലും സൂപ്പർസ്റ്റിഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതൊരു റാൻഡം ഈവൻറ്റ്, ഒരു റാൻഡംനെസ് ആയിട്ട് എനിക്ക് കെയോസ് ആണ് ബേസിക്കലി. ലൈഫ് കെയോസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയാൻ പറ്റും. നമുക്കൊരിക്കലും വേറൊരാളുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറ്റില്ല. എൻ്റെ എക്സ്പീരിയൻസിന് ലൈഫ് എപ്പോഴും ഭയങ്കര കെയോട്ടിക്കാണ്. ഒന്നിനും ഒരു ഡിസൈൻ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതായിരുന്നു ആ ഡിസൈൻ ഇല്ലായ്മ. അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടില്ല പടത്തിൽ. ഞാൻ അടുത്ത ശരിക്കും ചോദിക്കാനിരുന്നത് അതിപ്പോ നമ്മൾ മുകുന്ദൻ ഉണ്ണി നോക്കിയറിയാം. മുകുന്ദൻ ഉണ്ണിയില് ഒരു പ്രീ പ്ലാൻഡ് സ്ട്രക്ചർ തന്നെ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഇല്ല. അത് എവിടെയും വരാം, എവിടെയും പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഞാൻ നോക്കുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്താണ് ഈ മണി ലോണ്ടറിങ് ആൻഡ് ഫിലിം എന്ന എലമെന്റിൽ ഈ നമ്മുടെ ഹാരിസ് ബഷീറിനെ പ്ലേസ് ചെയ്യുന്നിടത്ത് അത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഈ പടത്തിന്റെ കാര്യത്തിൽ എന്താണത്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും ആളുകൾ. ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ. ഇനി എങ്ങനെയായിരിക്കും? പ്ലാൻ ഒന്നുമില്ല നമുക്ക് മനുഷ്യട്ട്. നമ്മളത് എഴുതി വരുന്ന സമയത്ത് എങ്ങനെയാണോ അത് നമുക്ക് രണ്ടുപേരും, രാമുവിനും ആണെങ്കിലും എനിക്കാണെങ്കിലും ഏറ്റവും വർക്കാവുന്ന, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ നമുക്ക് വർക്കായ രീതിയിൽ അത് മുന്നോട്ട് പോയെന്നുള്ളൂ. നമുക്ക് നമ്മുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് ഇത് വർക്കാവും നമുക്ക് തോന്നി, അല്ലെങ്കിൽ നമുക്കിത് വർക്കായെങ്കിൽ അത് ഓഡിയൻസിലേക്ക് എത്തുമായിരിക്കും എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ വർക്ക് ചെയ്തെടുത്തേ ഉള്ളൂ. പിന്നെ ഇതിലൊരു
സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു 5 ആക്ട് സ്ട്രക്ചർ ചിലപ്പോൾ പറയാം. അതെ പക്ഷെ എന്നാലും 5 ആക്ട് സ്ട്രക്ചർ എടുത്ത് നോക്കിയാലും അതിലൊരു അതുമായിട്ട് ഫോളോ ചെയ്യാത്ത കുറേ ഉണ്ട്. നമ്മൾ ഒരു സ്ട്രക്ചർ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ 5 ആക്ട് സ്ട്രക്ചർ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതിലൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് എനിക്ക് ഭയങ്കര ഒരു ഒരു രാമുമായിട്ട് ഞാൻ ഇരുന്ന സമയത്ത് രാമുമായിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും വിഷമം വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മുകുന്ദുണ്ണി അസോസിയേറ്റ്സ് ഇറങ്ങിയ സമയത്ത് നൈറ്റ് റോഡറുമായിട്ട് ഭയങ്കര കോപ്പി അടി എന്നൊക്കെ പറഞ്ഞ ആരോപണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് വിഷമം എന്ന് വെച്ചാൽ അത് എന്താ വെച്ചാൽ അത് കോപ്പി അടി അല്ല. അതുകൊണ്ടാണ് എനിക്കത് വിഷമം. കാരണം എനിക്ക് അതിൽ ഒരു ക്രിറ്റിസിസവും എനിക്ക് വിഷമം വന്നിട്ടില്ല. ഇപ്പോൾ മോളിവുഡ് ടൈംസിൽ വരെ കുറേ പേര് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പടത്തിന്, സെക്കൻഡ് ഹാഫിനെ കുറിച്ച്, സ്ക്രിപ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ച് ഒക്കെ കുറേ പേര് ക്രിറ്റിസൈസ്. എനിക്ക് അതിലൊന്നും ഒരു വിഷമമില്ല. ഞാൻ ആക്ച്വലി പറയാ അവസാനത്തെ 10 വർഷത്തിൽ ഏറ്റവും ഹാപ്പി അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഒരു ഏറ്റവും കാം ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് റോഡർ ആയിട്ടുള്ള കമ്പാരിസൺ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ രാമു എടുത്ത് ആദ്യം ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, രാമു നമ്മൾ ഈ പടം എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു പടവും റെഫർ ചെയ്യരുത്, സ്ട്രക്ചറലി പോലും റെഫറൻസ് വെക്കരുത്. എനിക്കിത് ഇനി ഇത് വിട്ട് മോളിവുഡ് ടൈംസ് മുതൽ ഇനി ഏത് പടം ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ പടം ഇനി ഒരു പടമായിട്ട് സാമ്യത ഉണ്ടെന്ന് ആരും പറയരുത്. കാരണം എൻ്റെ 5 വർഷത്തെ വർക്കാണ് ഈ മുകുന്ദുണ്ണി അസോസിയേഷൻ എന്ന് പറയുന്നത്. അത് ആ പടത്തിന് 5 വർഷത്തിനായിട്ട് എഫേർട്ട് അവർ നൈറ്റ് റോഡ് എന്ന സിനിമ നീ നൈറ്റ് റോഡ് കോപ്പി അടിച്ചില്ല എന്നൊരൊറ്റ കമൻറ്റിൽ ഒതുക്കി എന്നെ അങ്ങ് ഇല്ലാതാക്കുക ചെയ്ത്. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുള്ള കാര്യം. അപ്പോൾ അത് കാരണം സക്സസിലും ശരിക്കും ഇതൊരു ട്രോമാറ്റിക് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു എനിക്കത്. അത് വേറൊരു ആള് എന്നെ പോലെ എഫേർട്ട് ഇട്ട് ഒരു പടം ചെയ്തിട്ട് അവർക്ക് ആ ഒരു ക്രെഡിറ്റ് കിട്ടാതെ വരുന്ന സമയത്ത് അവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. അതൊന്നും വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതിന്റെ വിഷമം. ഇപ്പൊ വിനീതിന്റെ കാസ്റ്റിംഗ് ഉറപ്പായും അറിയാം. ഓൾറെഡി നിങ്ങളുടെ ഒരു സർക്കിളിലുള്ള ആളുകളാണ് വിനീതും ബേസിലൊക്കെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാസ്റ്റിൽ വരുന്ന സമയത്ത്. പക്ഷേ വിനീതിന്റെ കാസ്റ്റിംഗ് ഏതെങ്കിലും തരത്തിലൊരു തിയേറ്ററിക്കൽ സിനിമയിൽ എന്തെങ്കിലും തരത്തിൽ ഇത് ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിൽ തിയേറ്റർ ഇഫക്റ്റ് വന്നു? കാരണം വെച്ചാൽ അവിടെ ഹാരിസ് ബഷീറിന്റെ ശബ്ദം വരുന്ന മൊമെന്റില് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന മുകുന്ദനുണ്ണിയാണ്. പിന്നെ ആളുകൾ അതിന്റെ അതായത് ഇയാളുടെ അവസാനം വരെ തിയേറ്ററിലുള്ള അവസാനം വരെ അവര് വെയിറ്റ് ചെയ്യുന്നത് ഇയാളിൽ നിന്നൊരു മുകുന്ദനുണ്ണി വരും എന്നുള്ളതാണല്ലോ. അത് എനിക്കൊന്ന് ഒരു ക്യാരക്ടർ സംവിധായകന് ഒരർത്ഥത്തിൽ ബാധ്യത ഒരർത്ഥത്തിൽ നേട്ടമാണ്. അത് കയ്യടി തന്നെ, ഇത് പോസിറ്റീവായ കയ്യടിയും ആയിട്ടല്ല ശരിക്കും മാറുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം. അല്ല, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മള് കുറെയൊക്കെ ഐഡിയ നോക്കി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റിലീസിന് മുന്നേ നമ്മള് വിനീതേട്ടനെ ഉണ്ട് കാസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ എക്സ്പെക്ടേഷൻ വരുന്നോ പേടിച്ചിട്ടാണ്, അങ്ങനെ പേടിച്ചിട്ടാണ് നമ്മളത് ഹൈഡ് ചെയ്തത്. പക്ഷെ എന്നിട്ടും ഇന്റർവ്യൂവിന് ശേഷം വിനീതേട്ടന്റെ വോയിസ് കേട്ടപ്പോൾ ആൾക്കാർ മുകുന്ദനുണ്ണിയാന്ന് കരുതി. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മേ ബി വി ഷുഡിന്റ്, നമുക്കത് ആ ഒരു മേ ബി വോയിസിൽ ആദ്യം കാണിക്കാൻ പാടില്ല. അത് എന്റെ സ്ക്രിപ്റ്റിൽ നമ്മൾ എടുത്ത ഡിസിഷൻ റോങ് ആയിരിക്കാം. അത് അപ്പൊ തന്നെ കോളിൽ വന്നതിന് പകരം നേരിട്ട് കാണിച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ചിലപ്പം എന്റെ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആവും. അല്ല, അതിലൊരു പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ മുകുന്ദനുണ്ണി അത് ആ ഫാൻസ് അവിടെ ശതമാനം കിടപ്പുണ്ട്. നമ്മുടെ ഒരു ഫിക്സഡ് അസറ്റ് പോലെ അവിടെ ഇപ്പൊ ഈ സിനിമ നോക്കിയാൽ ഈ സിനിമയുടെ ഒരു ടോട്ടൽ ലെങ്ത്തിൽ നല്ലൊരു ശതമാനം നസ്ലിൻ തന്നെയുണ്ട്. നസ്ലിൻ തന്നെയാണ് ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. നസ്ലിൻ നമുക്കറിയാം, നസ്ലിൻ ഒരു കോമ്പിനേഷനിലാണ്. നമ്മൾ നസ്ലിന്റെ പടം നോക്കിയാൽ നസ്ലിന്റെ കോമ്പിനേഷൻ, അതിന്റെ ഒരു ഫൺ റൈഡ് ആണെങ്കിലും ഒരു ആ ഒരു രീതിയിലാണ് നസ്ലിന്റെ മുമ്പ് വരെയുള്ള പടങ്ങൾ കണ്ടിട്ടുള്ളത്, ലോക വരെയുള്ള പടങ്ങൾ. ഇവിടെ നസ്ലിൻ എന്ന് പറയുന്ന ഒരു പെർഫോമറെയാണ് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. നസ്ലിന്റെ ബേസിക്കലി നമുക്കൊരു ആക്ടറിനോട് ഭയങ്കര ഇഷ്ടം തോന്നാണല്ലോ. അപ്പം അതേപോലെ തന്നെ ഇപ്പം എനിക്ക് ബേസിക്കലി ഇഷ്ടം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ കൂടെ സഞ്ചരിക്കാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരു ക്യാരക്ടറിന്റെ കൂടെ സഞ്ചരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വിനീതേട്ടന്റെ ഇപ്പം മുകുന്ദനുണ്ണി എടുത്തു നോക്കിയാലും അത് വിനീതേട്ടനെ ഷോൾഡർ ചെയ്യുന്ന പടമാണ്. വിനീതേട്ടന്റെ ക്യാരക്ടറിന്റെ മുകുന്ദനുണ്ണിയെ ഷോൾഡർ ചെയ്യുന്ന പടമാണ്. അപ്പം അതേപോലെ തന്നെ ഇതിലും അങ്ങനെ വന്നു. അത് നാച്ചുറലി എനിക്ക് വരുന്നതാണ്. എനിക്കിത് അങ്ങനത്തെ സ്ക്രിപ്റ്റുകളോടാണ് കൂടുതൽ താല്പര്യം. ഒരു ക്യാരക്ടറിന്റെ കൂടെ ഇങ്ങനെ പോവുക, അത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോവുക. അപ്പം അതുകൊണ്ട് പിന്നെ നസ്ലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും എനിക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് സ്ക്രിപ്റ്റ് അങ്ങ് നേരത്തെ കൊടുക്കും, പുള്ളി അത് വായിച്ച് പ്രിപ്പയർ ചെയ്ത് വരും. പുള്ളി പ്ലേ ചെയ്യുന്ന സമയത്ത് എന്തും കറക്ഷൻ്റെ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അധികം ഡയറക്റ്റ് ചെയ്യില്ല. ഞാൻ ആക്ടേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ്. ഞാൻ ഭയങ്കര ഞാൻ നേരത്തെ ഇതാണ് ക്യാരക്ടർ എന്ന് പറയും, ഇന്നതാണ് പുള്ളിയുടെ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയും, പുള്ളിക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുന്നല്ലാതെ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്ന് ഒരിക്കലും ഞാൻ ഡയറക്റ്റ് ചെയ്യാറില്ല. ഞാൻ മിണ്ടാതിരിക്കുകയുള്ളൂ. മാക്സിമം അവരെന്താ ചെയ്യുന്നത് നോക്കിയിട്ട്, അവർ ഡെലിവർ ചെയ്യുന്നത് നോക്കിയിട്ട്, അവർക്ക് ഡെലിവർ ചെയ്യുന്ന സാധനം എനിക്ക് വർക്കല്ലെങ്കിൽ മാത്രമേ ഞാൻ മാറ്റുള്ളൂ. നസ്ലിൻ എന്താ പ്രീ റിലീസ്? നസ്ലിൻ കണ്ടിട്ട് ബേസിക്കലി ഇത്രേ പറഞ്ഞുള്ളൂ, അഭിചേട്ടാ ഇത് ഞാൻ എപ്പോഴും പ്രൗഡായിരിക്കും ഈ പടത്തിൽ, ഭയങ്കര ഹാപ്പിയാണ്, അഭിചേട്ടൻ വിചാരിക്കുന്നതിന് മേലെ ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞൊരു ഹഗ് തന്നു. അത്രേ ഉള്ളൂ.
അത് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ കൂടുതൽ പറയുന്നില്ല. അതും അഗൈൻ അറഗൻസിലേക്ക് പോകും. ശരിക്കും ഈ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഭയങ്കര സ്വന്തം കൺവിക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആളുകൾ ഏതെങ്കിലും തരത്തില് നെഗറ്റീവായി എടുത്തത് സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടല്ലേ? അല്ല, സീരിയസ് ആയി കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ വെറുതെ എന്റെ കമന്റ് ബോക്സിൽ താഴെ തുടങ്ങുന്നേ. റീസെന്റ് വന്നത് ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രീ റിലീസ് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ട് പടം സെക്കൻഡ് ഹാഫ് ലാഗ് ഉണ്ടല്ലോ, നീ എന്താ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് പറഞ്ഞിട്ട് താഴെ വന്ന് കമന്റ് ചെയ്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പടം ലാഗ് ഉണ്ടായിക്കോട്ടെ, പടം നല്ലതാണെന്ന് എനിക്കറിയാലോ. അപ്പൊ ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിക്കോട്ടെ. അബിയെ സംബന്ധിച്ചോളം പേഴ്സണൽ ലൈഫ് അങ്ങനെ വളരെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പിന്നെ നൈറ്റ് റോളേഴ്സിന്റെ ഇത് വെച്ചിട്ട് പറഞ്ഞല്ലോ, നമ്മുടെ മൂന്തനുണ്ണി വന്ന സമയത്ത് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഈ കമ്പാരിസൺ വെച്ചപ്പോൾ, കമ്പാരിസൺ എന്നല്ല, ആ പടത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ പടം എന്ന് പറയുന്ന ഒരു സംഗതി വന്നപ്പോൾ, ആരോപണം വന്നപ്പോൾ ഇതുണ്ടായി എന്നുള്ളത്. ഈ പടത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പേഴ്സണലി അഫക്ട് ചെയ്തതിൽ നിന്ന് കറക്റ്റ് പിക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു പാർട്ടി ഏതാണ്? ഹോളിവുഡ് ടൈംസിൽ ആക്ച്വലി ഒന്നും ഡൈല്യൂട്ട് ചെയ്യാതെ തന്നെ ഇട്ടിട്ടില്ല. കുറച്ചൊക്കെ അപ്പം ഡൈല്യൂട്ട് ചെയ്ത് തോന്നുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ ലാസ്റ്റ് ഒരു 10 വർഷം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു 10 വർഷത്തിൽ ഇല്ലാത്തൊരു സമാധാനം എന്റെ മനസ്സിനുണ്ട്. മനസ്സിനുള്ളിൽ നിന്ന് കുറെ പറഞ്ഞ പോലെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ, കുറെ ഇങ്ങനെ നെഗറ്റിവിറ്റി എന്ന് പറയാൻ പറ്റില്ല, കുറെ വോയിസസ് ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ക്ലട്ടർ പോലെ, തലയിനുള്ളൊരു ക്ലട്ടർ ഉണ്ട്, അത് ഇറക്കി വെച്ചു. അത് ഞാൻ ഹോളിവുഡ് ടൈംസിൽ ഇറക്കി വെച്ചു. ഇനി ഞാൻ സമാധാനത്തോടെ പടം ചെയ്യും. അപ്പോ ഈ പറഞ്ഞ സിനിമ എടുക്കാൻ ശ്രമിച്ച സമയത്ത് അത് നേരത്തെ സംഭവിക്കുകയും അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത സിനിമ മുമ്പേ സംഭവിക്കുകയും അങ്ങനെ ഈ ഒരു ഇതിന്റെ പവർ എക്കോസിസ്റ്റം ആയിട്ടുള്ള ക്ലാഷസ് ഒക്കെ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സക്സസ്ഫുൾ എഡിറ്ററായി നിൽക്കുന്നു, എഡിറ്റ് ചെയ്ത പ്രധാനപ്പെട്ട സിനിമകളൊക്കെ സക്സസ് ആയിരിക്കുന്നു, വിനീതിന്റെ ടീമിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടുണ്ടാവില്ല പുറത്തുനിന്ന് കാണുമ്പോൾ അത് ഞാനതാ പുറത്തുനിന്ന് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വിനീതേട്ടന്റെ ടീമിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ വിനീതേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയി വന്നത് 2018 കഴിഞ്ഞ് 18-19 ആ ടൈമിലൊക്കെ. വിനീതേട്ടന്റെ ടീമിൽ ഞാൻ കയറിയത് 2013-ലാണ്. 13-ലാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറിയത്. ആ സമയത്ത് വിനീതേട്ടനായിട്ട് അത്ര ഭയങ്കര ക്ലോസ് ഒന്നും ആയിരുന്നില്ല ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ട്, അങ്ങനെ പെട്ടെന്ന് ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഒരു കഴിവോ അങ്ങനെയൊന്നും ഇല്ല, എനിക്കില്ല. അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ട് ഒരാളോട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാം, ആളുടെ കൂടെ ട്രാവൽ ചെയ്യാൻ നോക്കാം, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളായിരുന്നില്ല ഞാൻ. ഇപ്പോഴും അല്ല. ഞാൻ ഇപ്പൊ വിനീതേട്ടനായിട്ട് ഇപ്പൊ ഞാൻ ഇത്ര ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഗ്രാജുവലി 2018 അതെ, മുകുന്ദനുണ്ണിക്ക് തൊട്ട് മുന്നേക്കാണ് ആക്ച്വലി പറഞ്ഞ വിനീതേട്ടനായിട്ടൊന്ന് ഞാനൊന്ന് ഈ പറഞ്ഞ പോലെ ഒരു അതും ഇനീഷ്യേറ്റീവ് എടുത്തതിന് വിനീതേട്ടനാണ്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാറ് പോലുമില്ല. പുള്ളിയാണ് ഇങ്ങോട്ടേക്ക് ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പുള്ളിയാണ് ഇനീഷ്യേറ്റീവ് എടുത്തത് തന്നെ. അപ്പൊ അത്രയും ഞാൻ ക്ലോസ്ഡ് ആണ് ആക്ച്വലി. അപ്പം ഒരിക്കലും ഞാൻ ആദ്യം ടീമിന്റെ ഭാഗമൊന്നും ആയിരുന്നില്ല. വിനീതേട്ടന് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് പുള്ളിക്ക് ഇങ്ങോട്ടൊരു ബന്ധം ഡെവലപ്പ് ചെയ്യാൻ നോക്കിയെന്നേ ഉള്ളൂ. അതങ്ങനെ പിന്നെ ഇപ്പൊ എനിക്ക് ശരിക്കും പുള്ളി എൻ്റെ ഒരു ഏട്ടനെ പോലെയാണ്. പക്ഷെ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞ നമ്മൾ ആണെങ്കിൽ ഒരു പ്രോമിസിങ് ഫിലിം മേക്കറുടെ ലൈഫിൽ സംഭവിച്ചു കൂടാ എന്നാലോചിക്കുന്ന അത്രയും ട്വിസ്റ്റുകൾ ശരിക്കുണ്ടല്ലോ, അത്രയും ഡ്രമാറ്റിക് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഇതിലുള്ള സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന ഒരു ഡിസ്ട്രക്ഷൻ ഏരിയ ഉണ്ട്. അതെ, അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇട്ടുള്ളത്. അങ്ങനെ ഈ പറഞ്ഞ മൂന്നനുണ്ണിക്ക് മുമ്പ് ഒരുപാട് സിനിമകൾ ആലോചിച്ച് പിന്നെ 2012-ലാണ് ഞാൻ ആദ്യത്തെ സിനിമ എഴുതിയത്, കംപ്ലീറ്റ് ചെയ്ത്. ആ സ്ക്രിപ്റ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വിനീതേട്ടൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തത്. അപ്പം ആ സമയത്ത് സ്ക്രിപ്റ്റ് എൻ്റെ അടുത്തുണ്ട്, ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. അതെനിക്ക് ഫാദിനെ വെച്ച് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന്റെ പേര് ടൈറ്റിൽ പറയുന്നില്ല, പക്ഷെ അത് ഞാൻ പറയുന്നത് 2012 മുതൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി നടക്കുകയാണ്. അപ്പൊ അങ്ങനെ അതിലൊരു റിജക്ഷൻ നിന്നുള്ള അല്ലാതെ സ്ക്രിപ്റ്റ് തട്ടിയെടുക്കപ്പെടുന്ന സാഹചര്യം, വേറൊരാൾ സ്ക്രിപ്റ്റ് കൊണ്ടുപോയിട്ട് സിനിമ ചെയ്ത് സക്സസ് ഉണ്ടാകുന്ന കാര്യം, ഗോസ്റ്റ് റൈറ്റിംഗ് അടക്കമുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഗോസ്റ്റ് റൈറ്റിംഗ് ചെയ്തിട്ടില്ല. അത് എനിക്കൊന്ന് രാമുടെ എക്സ്പീരിയൻസ് ആണ്. രാമുടെ സാധനമുണ്ട്. അതെ, ഗോസ്റ്റ് റൈറ്റ് ഞാൻ റൈറ്ററായിട്ട് അങ്ങനെ റൈറ്റർ ആംഗിൾ ഉണ്ടല്ലോ, അതിനായിട്ട് കൂടുതൽ ഞാൻ ഓഫ് കോഴ്സ് ഫസ്റ്റ് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റുകളൊക്കെ ഞാൻ തന്നെ എഴുതിയതാണ്. പിന്നെയാണ് ഞാൻ ഇപ്പൊ മുകുന്ദനുണ്ണി എത്തുമ്പോഴാണ് ഞാൻ വേറെ റൈറ്ററിനെ, കാരണം എനിക്ക് പറഞ്ഞ നമ്മൾ ഡ്രെയിൻഡ് ഔട്ടോ. മുകുന്ദനുണ്ണി 2017 ഡിസംബറിലാണ് നമ്മൾ തുടങ്ങിയത്. അതിനു മുന്നേ
കുറേ സ്ക്രിപ്റ്റുകൾ ഞാൻ തന്നെ എഴുതി അത് വർക്കൗട്ട് ആവാതെ നിന്ന് നമ്മൾ ഡ്രെയിൻഡ് ഔട്ട് ആവുമല്ലോ, പിന്നെ നമുക്ക് എഴുതാൻ പറ്റാതെയോ. നമ്മൾ കുറെ എഴുതി കഴിഞ്ഞല്ലോ, അല്ല, അതിന് നമ്മളൊരു നമുക്ക് 5 പടം എഴുതാനുള്ള മടുപ്പ് വരും, നമുക്ക് ഒരു ഐഡിയ നമുക്ക് തലയിൽ വരില്ല, അങ്ങനത്തെ അവസ്ഥ വരും. അത് ആ അവസ്ഥയിലൂടെ പോകുമ്പോഴാണ് ഞാൻ ഓക്കെ വേറെ റൈറ്റേഴ്സിന് കൂടെ നമുക്ക് കോറൈറ്റ് ചെയ്യാം എന്നുള്ള ആംഗിളിലാണ് വിമലിനെ മീറ്റ് ചെയ്ത് നമ്മൾ മൂന്നിനുള്ളിലേക്ക് കടന്നു. ഇതിലുള്ളതൊക്കെ സത്യം തന്നെയാണ്, ഒന്നും നുണയൊന്നും കുത്തി കെട്ടിയിട്ടില്ല. ഞാൻ കുറെ ഫിക്ഷണൽ ഉണ്ടെന്നാണ് കരുതുന്നത്. ഫിക്ഷണൽ ആഡോൺസ് ഉണ്ട്, ഓഫ് കോഴ്സ്, അത് കാണാൻ പറ്റുമല്ലോ. സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന തുടക്കത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ചില ഡെഫിനറ്റ്ലി അത് ഇമ്പോസിബിൾ തന്നെയാണ്. സംഭവിച്ചിട്ടുണ്ടാവാൻ ഒരു സാധ്യത ഇല്ലെന്ന് കരുതുന്നൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അത്ര അതെന്താ വെച്ചാൽ നമുക്ക് അറിയാലോ സംഭവിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും ഇവിടെ ന്യൂസിൽ എവിടെയും കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ സാധനം. ഈ പവർ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ എന്നാൽ പോലും നടക്കേണ്ടിയിരുന്ന ഒരു ആദ്യത്തെ 1, 2, 3 സിനിമകള് മുടങ്ങിയിട്ടുള്ള ആളുമാണ്. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഷോക്ക്. കാരണം നമ്മൾ ഇതൊക്കെ നമ്മുടെ ലൈഫ് കാണുന്നില്ല, നമ്മുടെ ലൈഫിലുള്ള സ്ട്രഗിൾസ് നമുക്കല്ലേ അറിയാം. പുറമേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സക്സസ് ആയ ഇത് എഡിറ്റ് ചെയ്ത ആള് ഒരു ക്ലെയിം ടു ഫെയിം മാത്രം നോക്കിയിട്ടായിരിക്കുമല്ലോ വാല്യൂ അല്ലെ ഒരാളുടെ ഇത് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇൻഡസ്ട്രി ഒരു ഇവിടുത്തെ കണ്ടന്റിനെ ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് എവിടെയാണ്. നമ്മളെപ്പോഴും നോക്കുവാണെങ്കിൽ ബോളിവുഡ്, തമിഴ്, തെലുങ്ക് എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിന് അങ്ങനെ ഒരു ഭയങ്കരമായ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ അതേസമയം തന്നെ ഭയങ്കര മീഡിയോക്കർ സംഗതികൾ എല്ലാ സമയത്തും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടി ഉള്ള സിനാരിയോ ഉണ്ട്. ഈ ഒരു വ്യൂവർ ഫിലിം മേക്കർ എന്നുള്ള ഇതിൽ ഇപ്പോഴത്തെ തോട്ട് പ്രോസസ് എന്താ? അല്ല, ഡെഫിനറ്റ്ലി മലയാളം ഇൻഡസ്ട്രിയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ ഗോൾഡൻ ഏജിലാണ് ഉള്ളത്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഇപ്പോഴത്തെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സിനിമകൾ വരുന്ന ഇൻഡസ്ട്രിയാണ്. ഒരിക്കലും ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല. ഈ മീഡിയോക്രിറ്റീസ് ന്യൂ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും മലയാള സിനിമേനെ അഗെയിൻസ്റ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും ആയിരുന്നില്ല. അത് റെക്കഗ്നിഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് ഈ അവാർഡ് എന്ന് പറയുന്ന ഒരു ആംഗിളിൽ മാത്രം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ പലപ്പോഴും അവാർഡ്സ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് മെറിറ്റിനായിട്ട് അപ്പുറത്തോട്ട് അതിൽ ഒരു ലെവൽ ഓഫ് എന്തെങ്കിലും ഒരു ലെവൽ ഓഫ് വേറെ തോട്ട് പ്രോസസ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിൽ ഡിപ്പെൻഡ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. അതല്ലാതെ ഒരിക്കലും അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും മീഡിയോക്രിറ്റീസ് ന്യൂ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല. അത് ആ ക്യാരക്ടറിന് ആ സമയത്ത് തോന്നിയ സുജി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ആ സമയത്ത് തോന്നിയൊരു കാര്യം അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരിക്കലും അഗെയിൻ അതിൽ ക്ലാരിഫൈ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് അതിൽ കുറെ ആൾക്കാർ റിസർവേഷൻ അഗെയിൻസ്റ്റ് ആണ് എന്നൊക്കെ കുറെ അക്യൂസേഷൻസ് വരുന്നുണ്ട്. ഒരിക്കലും അല്ല, സിനിമ ഒന്നുകൂടി ഒന്ന് കാണണം. സുജി തന്നെ അയാൾക്ക് എത്ര മെറിറ്റിൽ കിട്ടിയാലും അത് റിസർവേഷന്റെ ഇതിലേക്കാണ് അത് ബേസിക്കലി സുജിയുടെ ക്യാരക്ടർ തുടക്കം തൊട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം അവൻ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. എന്ത് കിട്ടിയാലും നാട്ടുകാര് സൊസൈറ്റി ഈസ് ലുക്കിംഗ് അറ്റ് ഹിം, ഓ നിനക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ ഒരു പുള്ളി ഫിലിം മേക്കറുടെ ചോയ്സ് എടുക്കുമ്പോൾ പറയുന്നതും അതിന് പുറത്തേക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റ് ആവും. അത് ഡിസ്കഷൻ ആളുകൾ കൺഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ്. അതൊന്നും എനിക്കൊന്ന് പടം ഒന്നുകൂടി കണ്ടാൽ റിസർവേഷൻ ഫാക്ടർ ഒരിക്കലും ആന്റി റിസർവേഷൻ അല്ല. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു മോശം സ്റ്റേറ്റ്മെന്റ് എന്റെ പടത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ആളും അല്ല. അത് ഞാൻ ഇപ്പോഴത്തന്നെ ക്ലാരിഫൈ ചെയ്യുന്നു. ഒരിക്കലും അത് ആന്റി റിസർവേഷൻ അല്ല. അത് ഒന്നുകൂടി സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആക്ച്വലി ഒന്നുകൂടി കെയർഫുൾ ആയി കണ്ടാൽ മനസ്സിലാവും. അതിൽ മേ ബി ഞാൻ ആക്ച്വലി അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മറ്റേ ട്വിറ്ററിലൊക്കെ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. എന്നിട്ട് ഞാൻ ഒന്നുകൂടി പടം കണ്ടു. എന്തെങ്കിലും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ റോങ് ആയിട്ടുണ്ടോ? ഒന്നും കമ്മ്യൂണിക്കേഷൻ റോങ്ങും ഇല്ല. ഒന്നുകൂടി ഒന്ന് കണ്ടാൽ കിട്ടും. അത് റിസർവേഷൻ എന്നുള്ള വാക്ക് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു ആംഗിളിലോട്ട് ചിന്ത പോയിട്ട് കാണും. എന്തായാലും വാക്കുണ്ടല്ലോ, നമ്മൾ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഇതിനെ എഗെയിൻസ്റ്റ് പറഞ്ഞാന്നൊരു തോട്ട് അല്ല. അത് ഈ സുജിയുടെ ഈ പടം ബേസിക്കലി ഇൻഡിവിജ്വലിസത്തിനെ കുറിച്ചാണ്. പടം എന്ന് പറയുന്നത് വിനീത് മാധവ് എന്ന ക്യാരക്ടർ അവന്റെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ജേണിയാണ് ഈ പടം. സുജി എന്ന് പറഞ്ഞ ക്യാരക്ടറിനാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം പുള്ളി ചെറുപ്പകാലം തൊട്ട് ഇയാൾക്ക് ഈ ഒരു കാസ്റ്റ് ലോവർ കാസ്റ്റ് വരുന്നു എന്നുള്ളൊരു ആംഗിൾ അവിടെ ഉള്ളതുകൊണ്ട് ഹീസ് ബീങ് ഫ്രസ്ട്രേറ്റഡ്. അയാൾ പണ്ട് മുതലേ അയാൾ എന്ത് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്താലും, അയാൾ മെഡിക്കൽ കോളേജിൽ ടോപ്പറാണ്, അയാൾ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ആൾക്കാർ റിസർവേഷൻ എന്നുള്ള ആംഗിളിലാണ് സൊസൈറ്റി ഇയാൾ അഗെയിൻസ്റ്റ് പറയുന്നത്. അപ്പം ഹി വാണ്ട്സ് ദ സാറ്റിസ്ഫാക്ഷൻ. അയാൾക്ക് സുജി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സ്വന്തം ചെയ്ത് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ സ്വന്തം ചെയ്തിട്ടൊരു അച്ചീവ്മെന്റ് വേണം എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കാരണമാണ് സിനിമയിലോട്ട് വരുന്നത്. എന്നിട്ട് അവസാനം പുള്ളിക്ക് തന്നെ ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് ഈ ഒരു ആംഗിളിലാണ്
ഈ ഒരു ആംഗിളിലാണ് പുള്ളിനെ ഈ അവാർഡിൽ കൺസിഡർ ചെയ്തത് എന്നുള്ള സമയത്ത് വരുന്ന ഡിസപ്പോയിൻമെന്റ് ആണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അയാൾക്ക് അയാളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അച്ചീവ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഇൻഡിവിജ്വാലിറ്റി ആണ് സിനിമയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അത് ആന്റി റിസർവേഷൻ അല്ല. അബി എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞൊരു ഇത് എലമെന്റ് വന്നോണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ രാജേഷ് മാധവൻ ചെയ്ത ക്യാരക്ടറിന്റെ സാധനം പറഞ്ഞ സമയത്ത് ഞാനുമായി ബന്ധപ്പെട്ട റിവ്യൂസ് എന്നോട് നേരത്തെ സൂചിപ്പിച്ചാണ്. എന്നാൽ പോലും നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് പറയാതെ പോകണ്ട എന്നുള്ളത്. ശരിക്കും ഈ പറയുന്ന ഒരു എനിക്കറിയാം ട്വിറ്ററിൽ പടങ്ങളെ മറ്റേ എല്ലാ രീതിയിലും വളരെ എനിക്കൊന്ന് ഞാനൊക്കെ മറ്റേ വീഡിയോ ചെയ്തതിന് സമാനമായിട്ട് ഇപ്പുറത്ത് സിനിമയെ കുറിച്ച് ഓപ്പൺ കമന്റ് ഇട്ടുള്ള ആളാണ് അഭിനവ് സുന്ദർ നായക്. ആ ഏരിയ ഒരു നെറേറ്റീവ് ടൂൾ എന്നുള്ള രീതിയിലല്ലേ ശരിക്ക് ത്രൂ ഔട്ട് വന്നിട്ടുള്ളത് അല്ലേ? ഒരു തേർഡ് പേഴ്സൺ നെറേറ്റീവിന് ശരിക്കും അതിന് ഡെവലപ്പ് ചെയ്തെടുക്കായിരുന്നു. അതെ അതെ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മനീഷേട്ടൻ്റെ റിവ്യൂസ് ഒക്കെ ഞാനാണെങ്കിലും രാമു ആണെങ്കിലും ഒക്കെ ഭയങ്കര പണ്ട് മുതലേ കാണുന്നതാണ്. അപ്പം ഒരു ഈ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു ആംഗിൾ വരുന്നതുകൊണ്ട് നമ്മൾ തുടക്കം തൊട്ടേ അത് ഡെവലപ്പ് ചെയ്ത് അതിലോട്ട് എത്തിച്ചതാണ്. സെക്കൻഡ് ഹാഫിൽ ഈ ഒരു ക്രിട്ടിക്കോ ആയിട്ടുള്ള ഒരു ആംഗിളും ഈ അവാർഡ് കമ്മിറ്റീന്റെ ജേതാവ് എങ്ങനത്തെ കുറെ ആംഗിൾസ് ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അത് ഫോം ചെയ്ത് വരണമെങ്കിൽ തുടക്കം തൊട്ടേ ഡെവലപ്പ് ചെയ്ത് വരണമല്ലോ. പിന്നെ അത് നെറേറ്റീവ് ടൂളുമായിട്ട് നമ്മളത് യൂസ് ചെയ്തു. മാത്രമാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ അതെ അല്ല അത് എനിക്കൊന്ന് മനീഷേട്ടന്റെ സംസാര രീതി മാത്രം നമ്മളത് എടുത്തിട്ടുള്ളൂ. അധികം ആ ഒരു സംസാര രീതി മാത്രം, ക്യാരക്ടർ ഒന്നും ഇതേ സീറ്റിൽ നിന്നിട്ട് രാജേഷ് പറഞ്ഞപ്പോ എനിക്കത് അറിയാവുന്ന ഞാൻ അത് കണ്ടു. അത് ട്വിറ്ററിൽ കുറെ ഫേമസ് ആണ് വീഡിയോ. ഇപ്പൊ നമ്മളെപ്പോഴും ഇതെല്ലാം ആളുകൾ റിലേറ്റബിൾ ആയിട്ടാണല്ലോ പറയാ. ഇപ്പം നമ്മളിപ്പോ സിനിമയുമായി മെൻഷൻ ചെയ്ത് എന്ത് കഴിയുമ്പോഴും ഇത് ഇന്നയാളാണ്. ഇത് ഇപ്പം എത്ര ഫിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇത് 80% റിയൽ ആണ്. ഇങ്ങനെ ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ പോലെ ഒരു 10 റെഫറൻസ് ആളുകൾ കണ്ടിട്ടുണ്ടാവല്ലോ. ഇത് ഇയാളായിരിക്കും എന്ന് പറയുന്നത്. ഇത്രയും കാലം സിനിമയിലൂടെ സഞ്ചരിച്ച ഒരാൾ സിനിമ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു റിയൽ പേഴ്സൺ ഉണ്ടാവും സംഗതി ചിന്തിക്കുമല്ലോ. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഫാക്ടർ ആണോ? 100%. അത് ഇതിലുള്ള എല്ലാ ആൾക്കാരും റിയൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് രാമുയുടെ ലൈഫിൽ കണ്ടിട്ടുള്ള ആൾക്കാരും ആവാം, എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ആൾക്കാരും ആവാം. അതൊരു കമ്പൈൻഡ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ പറയാം വേണമെങ്കിൽ. ഇപ്പൊ ഈ മെറ്റ പടത്തിന്റെ കാര്യം പറയുമ്പോഴേ എപ്പോഴും നമ്മൾ പറയില്ലേ ഈ സിനിമക്കുള്ള സിനിമ എന്ന് പറയുന്ന സംഗതി ഏറ്റവും റിസ്ക് ആണെന്ന് ആളുകൾ പറയുന്നത്. ക്യാമ്പസ് പടം എടുക്കുമ്പോൾ ആളുകൾ പറയല്ലോ ക്യാമ്പസ് പടം ട്രെൻഡ് സെറ്റർ ആവണമെങ്കിൽ നല്ല പാടാണെന്ന് പറയുന്ന പോലെ മെറ്റ അത് സിനിമയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ഓഡിയൻസ് റിലേറ്റബിൾ ആവും. ഉദയനാണ് താരം വരുന്നുണ്ട്. ഉദയനാണ് താരം എന്നുള്ളത് ഒരു എല്ലാവരും പോലെ സിനിമ എടുക്കാൻ ആഗ്രഹിച്ച ആ വഴിയിൽ പോയ ഒരാൾ നേടുന്ന കുറെ കഷ്ടപ്പാടുകളുടെ കഥയാണ് ഉദയനാണ് താരത്തിലുള്ളത്. ഇപ്പൊ ബെസ്റ്റ് ആക്ടർ വേറൊരു രീതിയിൽ ആക്ടർ ആവാൻ പോകുന്ന ഒരാൾ വഴിതിരിഞ്ഞ് എവിടെയൊക്കെ വരും. പക്ഷെ ഇതിലെത്തുമ്പം ഇതിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് അങ്ങനെ കുറേ സിനാരിയോ ഉണ്ട്. അപ്പോഴും ഒരു നെറേറ്റീവ് സ്ട്രക്ചറിലാണ് അവിയുടെ ഒരു കോർ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു പേഴ്സണൽ സിനിമ ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് മറ്റൊരാളുടെ കഥ എന്നുള്ളത്. മുൻപടങ്ങൾ താരതമ്യമൊന്നും നോക്കില്ലെങ്കിലും ഈ സിനിമകളെല്ലാം ഇവിടെ വന്നിട്ട് ഇതാണ് ഇതിന്റെ സക്സസ് പോയിന്റ് എന്നൊക്കെ അറിയാലോ. അപ്പൊ ഇതിന്റെ ഒരു തിയേറ്ററിക്കൽ റിസൾട്ടിൽ കോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നോ? നമ്മൾ മാക്സിമം തിയേറ്ററിൽ ഓടാൻ വേണ്ടി തന്നെ എടുത്ത സിനിമയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അത് എനിക്ക് തോന്നുന്നത് ഈ കഥയാണെങ്കിലും ഇതിലുള്ള ക്യാരക്ടർ ആണെങ്കിലൊക്കെ കഥ ഫിക്ഷനാണ്. പക്ഷെ അതിലുള്ള ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊന്ന് അതിര് കടന്ന് ഞാൻ അറിയാതെ കുറച്ചധികം കമൻട്രി കൊടുത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് മേ ബി എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോയതായിരിക്കാം. അപ്പൊ അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതായിരിക്കാം, അത് ഞാൻ പ്ലാൻ ചെയ്തതല്ല. ഇതിൽ എത്രയുണ്ട് അഭിനവ് സുന്ദർ നായക്? അതിപ്പോ ഒന്ന് ക്യാരക്ടറിൽ കുറേ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനൊരിക്കലും വിനീതിനെ പോലെ ഇത്ര ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലായിരുന്നു പക്ഷെ ഇത്ര ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള ആളോ അല്ല. എനിക്ക് തോന്നി ഞാനും വിനീത് മാധവനും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വിനീത് മാധവൻ ഭയങ്കര ടാലന്റഡ് ആണ് എന്നാണ് ഞാൻ കാണിക്കുന്നത് പടത്തിൽ. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. വിനീത് മാധവൻ്റെ അത്ര നല്ലവനുമല്ല ഞാൻ. അപ്പം ഞാൻ എന്തുകൊണ്ട് വിനീത് മാധവൻ അങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് എന്താ പറയാ വേറൊന്നുമല്ല, ആ കഥ മുന്നോട്ട് പോകണമെങ്കിൽ ആ കഥ ആൾക്കാർക്ക് ക്ലൈമാക്സിൽ എന്താ ഉണ്ടാവുന്ന അറിയാലോ. അത് ഓഡിയൻസിന് കിട്ടണമെങ്കിൽ ഇവൻ ഭയങ്കര ടാലന്റഡ് ആയിരിക്കണം. ഓൾസോ ഇവൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര നല്ലവനായിരിക്കണം. എന്നാലേ ആ ക്ലൈമാക്സ് വർക്കാവുള്ളൂ. അതുകൊണ്ടാക്കിയത്. അല്ലാതെ പറഞ്ഞ പോലെ ഒരിക്കലും ഓട്ടോബയോഗ്രഫിക്കലും അല്ല. ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയുന്ന റെഫറൻസിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പടം കാണുമ്പോൾ
ഇത് അഭിനവ് സുന്ദർ നായക്കാണ് എന്ന് തോട്ട് തോന്നുമ്പോഴുള്ളൊരു പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനവ് സുന്ദർ നായക് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഫിലിം മേക്കർ സോഷ്യൽ ബീയിങ് ഇത്രയും സെൽഫ് ഒബ്സസ്ഡ് ആണെന്നും കരുതും. ഈ ക്യാരക്ടറിന്റെ എല്ലാ ട്രേറ്റ്സും അഭിനവിന്റെ ട്രേറ്റ്സ് ആയിട്ട് എങ്ങനെയാ അത് ക്ലാരിഫൈ ചെയ്യേണ്ട നമ്മുടെ കൺട്രോളിലല്ലോ ഇവരെങ്ങനെയാണ് ഓഡിയൻസ് എടുക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി ഫസ്റ്റ് ഡേ തന്നെ ബയോപിക്. ഞാൻ ഒരിക്കലും ബയോപിക് എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഇതിനകത്തുണ്ട്. ഞാൻ ഒരിക്കലും എന്നെ തന്നെ ഇത്ര ടാലന്റഡ് ആയിട്ട് കാണുന്നുമില്ല. എന്നെ ഇത്ര നല്ലവനായിട്ട് ഞാൻ പിക്ചറൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചതുമല്ല. ഒരിക്കലും ഞാനല്ല. എൻ്റെ കുറേ എക്സ്പീരിയൻസുകൾ അതിനകത്തുണ്ട്. ഡെഫിനറ്റ്ലി പേഴ്സണൽ ആയിട്ടുള്ള പടമാണ്. പക്ഷേ ഈ കഥ എന്ന് പറയുന്നത് ഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഇയാൾ നല്ലവനും ടാലന്റഡും ആയിരിക്കണം. എന്നാൽ മാത്രമേ കഥ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ആക്കിയേ പറ്റൂ. ആ ക്യാരക്ടറിനെ അങ്ങനെ നല്ലവനായിട്ടും ടാലന്റഡ് ആയിട്ടും ആക്കിയേ പറ്റൂ. ഞാനൊരിക്കലും എന്നെ തന്നെ അങ്ങനെ കാണുന്നുമില്ല. അത് പക്ഷെ ഇതൊന്നും നമുക്ക് പറഞ്ഞ എങ്ങനെ എവിടെ ക്ലാരിഫൈ ഇത് കൈൻഡ് ഓഫ് സ്പോയിലർ ആണല്ലോ. എന്ത് പറഞ്ഞാലും അപ്പൊ ഇത് ഞാൻ അറിയാതെയാണ് ഇത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുന്നു അഭിനവ് സുന്ദർ നായകിനെ ബയോപിക്കാന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ബയോപിക്കാന്ന്. ഞാൻ എനിക്കിഷ്ടമുള്ള അല്ലെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഇതിൽ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. മുകുന്ദനുണ്ണി ഭയങ്കര മോശമായിട്ടുള്ള ഒരാളായിരുന്നു. നമ്മൾ ഈ സക്സസിന്റെ വേറൊരു ആസ്പെക്ട് എനിക്ക് മുന്നോട്ട് കാണിക്കണമെങ്കിൽ അത് നല്ലവനായിട്ടുള്ളൊരു ടാലന്റഡ് ആയിട്ടുള്ള ജെനുവിൻലി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് കാണിച്ചല്ലേ പറ്റും. എന്നാൽ ഈ കഥ നമുക്ക് ഓഡിയൻസിൽ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആക്കിയത്. മോളിവുഡ് ടൈംസ് എന്ന് പറയുന്നത് മോളിവുഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നതല്ലേ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയ ടേമിന്റെ സമയത്താണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് അഭിനവിന്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ ഈ പറയുന്ന രാമു നിങ്ങളുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമാ ജേണിയുടെ സമയത്ത് മോളിവുഡ് ഇല്ലല്ലോ. അപ്പൊ അതിലെന്തായാലും ഒരു സറ്റയർ എഡിഷൻ ഉണ്ടാവുമല്ലോ. ഭയങ്കര കാര്യമായിട്ടുള്ള സറ്റയർ എഡിഷൻ ഉണ്ടാവുമല്ലോ. അത് ഞാൻ അത് സിനിമയ്ക്ക് പുറത്തുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഞാൻ ബോധപൂർവ്വം അതിലൊരു ഫൺ എലമെന്റ് വെച്ചിട്ടുണ്ടാവില്ല. ഇതില് എല്ലാം സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്. നമ്മൾ സ്ക്രിപ്റ്റിൽ നിന്ന് കുറച്ച് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ എഡിറ്റിൽ എന്തെങ്കിലും സീൻസ് ഇന്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ ഷഫിൾ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് വോയിസ് ഓവേഴ്സ് ആഡ് ചെയ്യുക, അല്ല ഇങ്ങനത്തെ കാര്യങ്ങളല്ലാതെ ഇപ്പോൾ ആനിമേഷൻസ് ഒന്നും ആഡ് ചെയ്യുക അല്ലാതെ നമ്മൾ സ്ക്രിപ്റ്റിലുള്ള കണ്ടന്റ് തന്നെയാണ് നമ്മൾ ഫൈനലി പടത്തിലും വന്നിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് ഷൂട്ടിന് സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം സച്ചിൻ വൈക്കൻ ഡേവിഡ് പുള്ളിയുടെ പേഴ്സണൽ ടേപ്സ് എന്ന് പറഞ്ഞിട്ട് അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അത് ഷൂട്ടിന് സമയത്ത് നമുക്ക് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെ ഒരു സച്ചിൻ ഇങ്ങനെ ക്യാമറ നോക്കി അവിടെ നമ്മൾ മൈൻഡ് വോയിസ് സ്വിച്ച് ചെയ്യാവുന്ന ഒരു സ്പേസ് കൂടിയാണല്ലോ. അനദർ പേഴ്സൺസ് POV വരികയാണ്. അത് റിസ്ക് ആണ്. അപ്പൊ എനിക്കറിയില്ല അത് ഞാൻ യൂസ് ചെയ്യോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിർബന്ധമില്ലാതെ എടുത്തു വെച്ചതാ. അത് വെറുതെ എടുത്തു വെച്ചത്. അത് രാമു എടുത്ത് വന്ന് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അപ്പൊ രാമു പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് സ്ക്രിബിൾ ചെയ്ത് ഡയലോഗ്സ് എഴുതി. അപ്പം ഷർഫ് അവിടെ ഫ്രീ ആയിരുന്നു. ഷർഫിനെ വിളിച്ച് കോസ്റ്റ്യൂം മാറ്റി അവിടെ ലൈറ്റപ്പ് ചെയ്ത് പെട്ടെന്ന് ഇത് നമ്മൾ ഒരു ആഡ് ഓൺ ബാക്കപ്പ് എന്ന രീതിയിൽ വെറുതെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം അതുപോലെ വേറെയും കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വൈക്കം ഡേവിഡ് ഇല്ലേ, ജഗദീഷ് സാറിന്റെ ക്യാരക്ടർ, ജഗദീഷ് സാറിന്റെ ക്യാരക്ടറിന്റെ ഒരു ഇന്റർവ്യൂ പോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൂപ്പൻ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ പോലെ, പണ്ട് പുള്ളി നോവലിസ്റ്റ് ആയിരുന്ന സമയത്ത്, നോവലിസ്റ്റ് അല്ല ഈ റൈറ്റർ ആയിരുന്ന സമയത്ത് പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മൾ ബാക്കപ്പ് ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആ സമയത്ത് അതും സ്ക്രിപ്റ്റിലില്ല, അതൊക്കെ ഈ ഷൂട്ടിന് പോയ സമയത്ത് എന്തെങ്കിലുമൊക്കെ എഡിറ്റിൽ ആവശ്യം വന്നേക്കാം എന്നുള്ള തോട്ടിൽ അതൊന്നും യൂസ് ചെയ്തില്ല. ഇത് കുറച്ച് യൂസ് ചെയ്തു ഈ സച്ചിൻ വൈക്കൻ ഡേവിഡ്. ഒരു കാര്യം ഇപ്പം അഭിനവ് വരുമ്പോഴും ഒരു ഫിലിം എറ ടു ഡിജിറ്റൽ, നമ്മളുടെ ഇന്റർവ്യൂ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ CD കളക്ടർ ഫാക്ടറുള്ള ശരിക്കും ആ ഒരു നമ്മളൊരു മെറ്റാ സിനിമ എന്നുള്ളതിനപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ആ ട്രാൻസിഷൻ പീരീഡിനെ കൂടി വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയില്ല അതിനെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ വളരെ ഇൻവിസിബിൾ ആയിട്ട് നടന്നിട്ടില്ല ഇതിൽ. ഈ പറഞ്ഞ സുനിലേട്ടന്റെ അവിടുത്തെ ഈ പറഞ്ഞ ക്യാമറ അതിലേക്കുള്ള ഡിജിറ്റൽ പ്ലാൻ ഒക്കെ വെച്ച് അത് ഭയങ്കര രസമുള്ള ഒരു സംഗതിയായിരുന്നു അതിന്റെ റൈറ്റിംഗും പ്ലാൻ. അത് ആക്ച്വലി പറഞ്ഞാൽ ഇനിയും ഉണ്ടായിരുന്നു, നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സുനിലേട്ടന്റെ വീഡിയോ കട പൂട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാസറ്റുകളും CD-കളൊക്കെ ഇങ്ങനെ എടുത്തു കളഞ്ഞ് ഇപ്പൊ ആർക്കും CD വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ ഇവൻ കുറെ ക്ലാസിക്കൽ എടുത്ത് കാണുമല്ലോ, ബാഗിനകത്ത് തുറന്നിട്ട് എക്സോസിസ്റ്റും ഇതെല്ലാം കാണുമല്ലോ. ഇത് ശരിക്കും സ്വിച്ച് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം അത് ശരിക്കും മുന്നേ ഒരു വേറെ സീൻ ഉണ്ടായിരുന്നു, നമ്മൾ ഷൂട്ടും ചെയ്തിട്ടുണ്ട്. അത് സുനിലേട്ടനാണ് ആ DVDs കൊടുക്കുന്നത്. ഇപ്പൊ ആർക്കും വേണ്ട, നീ എടുത്തോ. കുറെ ഉണ്ട്, കുറെ കളഞ്ഞിട്ടുണ്ട്. അപ്പം സുനിലേട്ടൻ പറയുന്നുണ്ട് ഇതൊന്നും ആരും ഇനി കാണുന്നില്ല, ഇപ്പം CD ഒന്നും ആർക്കും വേണ്ട, നീ എടുത്തുകൊണ്ടിട്ട് ആ CD-ന്റെ സുനിലേട്ടൻ കൊടുത്ത മറ്റേ ബാഗിൽ നിന്നാണ് എടുത്തിട്ട് ഈ എക്സോസിസ്റ്റും ഒമനും ഒക്കെ എടുത്ത് കാണുന്നത് പുള്ളി.
അപ്പം അങ്ങനത്തെ കുറേ കണക്ഷൻസ് ഉണ്ട്. അത് വരാത്ത പടത്തിൽ, ഇപ്പം ഫൈനൽ പടത്തിൽ വരാത്ത കുറേ കണക്ഷൻസും. ഈ യുണീക്ക് ഫോർമാറ്റ് പിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, കുറേ ക്രിഞ്ച് ക്ലീഷേ അല്ലെങ്കിൽ കുറേ കൺവെൻഷണൽ ഫോർമാറ്റ്, ഇതിൽ കൂടിയാണ് നമ്മളുടെ ഒരു നല്ലൊരു ശതമാനം സക്സസ്ഫുൾ ഫിലിം ഉണ്ടാകുന്നത്. നമ്മൾ പറയില്ലേ, ഒരു വർഷം ഇറങ്ങുന്ന ഒരു 20 സക്സസ് ഫിലിം നോക്കിക്കഴിഞ്ഞാൽ കുറേ പാറ്റേണിൽ തന്നെയാണ്. ആ പാറ്റേണിന് പുറത്ത് നിൽക്കുക എന്നുള്ളത് മൂന്തനുണ്ണിയുടെ സക്സസ് ആയിരുന്നു. മോളിവുഡ് ടൈംസിലും അങ്ങനെ തന്നെ ആ ശൈലിയാണ് തുടരുന്നത്. അത് എന്ന് പറയുന്നത് എപ്പോഴും സക്സസിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ലേ? അത് ഈ മോളിവുഡ് ടൈംസ് കൂടി കഴിഞ്ഞപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി. അത് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഓഡിയൻസിന് അൺകംഫർട്ടബിൾ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊരു ഡൈജസ്റ്റ് ചെയ്യാൻ വിഷമമായിരിക്കും എന്നുള്ളത്, അത് ക്ലാരിറ്റി ഉണ്ട്. അതെനിക്ക് ഭയങ്കര, അത് മുകുന്തുണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടി കെയർഫുൾ ആവും. എന്തൊക്കെ ഞാൻ എങ്ങനെ ഒരു സിനിമ, എന്തൊക്കെ കാര്യങ്ങൾ സിനിമയിലൂടെ പറയണം എന്നുള്ളത് കുറച്ചുകൂടി കെയർഫുൾ ആവും. കാരണം ആ ഒരു പേഴ്സണൽ ലെവലിലുള്ളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു പുറത്തോട്ട് പറയുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെ പറയണം എന്നുള്ളൊരു ഒരു ഉള്ളിലുണ്ടായിരുന്ന ഒരു വിങ്ങലുണ്ടല്ലോ, അത് പോയി. അതിപ്പോൾ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അപ്പോൾ അത് മോളിവുഡ് ടൈംസ് കൂടി കഴിഞ്ഞോടെ എനിക്ക് ഉള്ളിൽ ആ ഒരു ഇതില്ല. ഇപ്പോൾ ഒരു കുറേ ആൾക്കാരോട് ദേഷ്യവും കുറേ ഇറിറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആക്ച്വലി മോളിവുഡ് ടൈംസിനോട് ഞാൻ തീർത്തു. എൻ്റെ വേ ഓഫ് ടേക്കിംഗ് റിവെഞ്ച് എന്ന് പറയുന്നത് അത് എല്ലാം എൻ്റെ സിനിമയിൽ ഇടുക എന്നുള്ളതാണ്. എനിക്ക് ആരെയും പോയി കൊല്ലാനോ പറ്റില്ല, ആരുടെ അടുത്തും പോയിട്ട് തല്ലാനോ പറ്റില്ല. അതെ, ആരെയും അക്യൂസ് ചെയ്ത് ഒരു പോസ്റ്റ് ഇടാനോ എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ സിനിമയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനമായിട്ട് റിവെഞ്ച് എടുക്കും. അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഇത് മറ്റേ സ്കോർ അല്ല, എൻ്റെ കഴിഞ്ഞു, സമാധാനമുണ്ട് ഇപ്പോൾ. പക്ഷെ ആളുകൾ എന്താ അറിയോ, സ്വഭാവമായിട്ട് നമ്മൾ ഇതൊക്കെ സംസാരിക്കും കൂടി ചെയ്താൽ സിനിമയുടെ ഒരു ക്ലോഷറിന് ശേഷം ഒരു കൈൻഡ് ഓഫ് ടെയിലിന്റെ പോലെ ഒരു ഇന്റർവ്യൂവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ സംഗീത് പ്രതാപ് ചെയ്ത ആളിന്നെ മറ്റേ ഡിസ്കഷൻ പോലെ ഇവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തില്ല. ചിലപ്പോൾ ആൾക്കാർ പറയുന്ന പേരുകളൊക്കെ ഒബ്വിയസ് പേരുകളൊന്നും അല്ല ശരിക്കും. അതൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസും ഉണ്ടാവും. അതുകൂടി അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ ഇതാണെന്ന് വിചാരിക്കും, പക്ഷെ അതല്ല. അല്ല, നിങ്ങൾ ട്വീക്ക് ചെയ്തിട്ടും ഇപ്പം പറഞ്ഞല്ലോ അതിൽ കമ്പൈൻഡ് വേർഷൻ വന്നു. കുറച്ച് വന്ന രാമുവിന്റെ ഒരാൾ കൂടി ചെയ്ത് ഒരാൾക്ക് ഒരു 3 ആളുടെ സിംഗിൾ വേർഷൻ ആയിട്ടൊക്കെ ഒരാൾ വന്നിട്ടുണ്ടാവും. ഒറിജിനൽ ആയി നിൽക്കുക എന്നുള്ള സാധനം ഭയങ്കര പാടുള്ളതാണ് എല്ലാ അർത്ഥത്തിലും. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ക്രാഫ്റ്റ് എന്നുള്ള രീതിയിലും അതുണ്ട്. ബേസിക്കലി മുകുന്ദനുണ്ണി കഴിഞ്ഞ സമയത്ത് ഞാൻ എന്ത് സ്റ്റേറ്റസ് ഇടുമ്പോഴാണ്, ഇപ്പോൾ ട്വിറ്ററിൽ ഒരു സിനിമയെ കുറിച്ച് വാഴ്ത്തി, ഇപ്പോൾ ഭ്രമയുഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അപ്പോൾ അത് ഭ്രമയുഗത്തിനെ കുറിച്ച് ഒരു സ്റ്റേറ്റസ് ഇട്ടപ്പോൾ താഴെ ഇക്കേനെ വെച്ചൊരു നെഗറ്റീവ് ക്യാരക്ടർ, മമ്മൂക്കേനെ വെച്ചിട്ടൊരു നെഗറ്റീവ് ക്യാരക്ടർ, എല്ലാം നെഗറ്റീവ്. പിന്നെ പൃഥ്വിരാജിന് എന്തോ ഒരു ആടുജീവിതത്തിനെ കുറിച്ച് എന്തോ ഇട്ട സമയത്ത് രാജുവേട്ടനെ വെച്ചൊരു നെഗറ്റീവ് ക്യാരക്ടർ, രാജുവേട്ടനെ വെച്ചൊരു മുകുന്ദനുണ്ണി പോലുള്ള നെഗറ്റീവ് ക്യാരക്ടർ. ഇത് മാത്രമേ ആൾക്കാർ പറയുള്ളൂ. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു മോളിവുഡ് ടൈംസ് വന്നപ്പോൾ മനസ്സിലാവും നെഗറ്റീവ് ക്യാരക്ടർ മാത്രമല്ല. അപ്പം ഇപ്പം മോളിവുഡ് ടൈംസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാർ ഇനി പറയാൻ പോകുന്നത്, ഇനി നെക്സ്റ്റ് പടം ബ്രൂട്ടൽ ആൻഡ് ഓണസ്റ്റ് ആവട്ടെ. ഈ ബ്രൂട്ടൽ ആൻഡ് ഓണസ്റ്റ് എന്ന വാക്കിന് റിപ്പീറ്റ് ചെയ്ത് അടുത്ത പടം വരുന്നവരെ. പക്ഷെ ഇതൊരു പ്രശ്നമല്ലേ, നമ്മൾ കാണുന്ന എല്ലാ ആക്ടറിന്റെയും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ വരണം, അല്ലെങ്കിൽ അവരിൽ ഒരു മുകുന്ദനുണ്ണിയെ കാണണം എന്ന് ആളുകൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ഏത് കൊളാബറേഷൻ സാധ്യത പറയുമ്പോഴും അവര് ഇപ്പം പൃഥ്വിരാജുമായിട്ടൊരു പടം ഉണ്ട് എന്ന് പറഞ്ഞ ഡിസ്കഷൻ വരുമ്പോൾ തന്നെ അവർക്ക് പൃഥ്വിരാജിലെ ഒരു മുകുന്ദനുണ്ണി വേർഷൻ ആണ്. പക്ഷെ അത് അല്ല നോർമലി അല്ലേ ഓഡിയൻസ് അത് ഭയങ്കര ഒരു എനിക്കത് ഒരിക്കലും ആ പ്രോമിസ് ഒരിക്കലും കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരു മുകുന്ദനുണ്ണി ചെയ്ത് വെച്ചിട്ട് എല്ലാ ആക്ടേഴ്സിനും വെച്ച് ഓരോ മുകുന്ദനുണ്ണി ചെയ്യാൻ പറ്റില്ല. അത് വിഷമാണ്. അത് അവെഞ്ചേഴ്സ് ഒന്നും അല്ലല്ലോ. അത് മാത്രല്ല ഈ ഫിലിം മേക്കർ തന്നെ ഈ പറഞ്ഞ ഈ ഒരു തിന്മയിൽ വലിയ ആനന്ദിക്കുന്നല്ലേ, നായകന്മാരുടെ തിന്മയിൽ ആനന്ദിക്കുന്ന ഒരു ഫിലിം മുകുന്ദനുണ്ണി ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്. അതെ, അത് അതിനൊരു കോർ ഫിലോസഫി ഉണ്ട്. അത് പറയാൻ വേണ്ടിട്ട് ചെയ്തല്ല. കുറെ സംഗതികൾ അതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ ക്യാരക്ടർ നെഗറ്റീവ് ആക്കി നമ്മൾ ചെയ്തത്. അല്ലാതെ നമ്മൾ നെഗറ്റീവ് ക്യാരക്ടറിനെ ഇങ്ങനെ എല്ലാ തവണയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമുള്ള ആളൊന്നുമല്ല. അപ്പം ഇതാണ് ഇപ്പം ഇനിയിപ്പം നെക്സ്റ്റ് ഉണ്ടാകുമ്പോൾ എനിക്കുള്ള ബാധ്യത എന്ന് പറയുന്നത്, മോളിവുഡ് ടൈംസ് കുറേ പേർക്ക് വർക്കായിട്ടുണ്ട്. അപ്പം അവരെല്ലാവരും പറയുന്നത് ബ്രൂട്ടൽ ആൻഡ് ഓണസ്റ്റ് പടമാണ്. ഇത്രയും ബ്രൂട്ടൽ ആയിട്ട് ഡയറക്ടർ, ഓണസ്റ്റ് ആയിട്ടുള്ള ഡയറക്ടർ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ബാധ്യത. ഓണസ്റ്റ് പടം, നെക്സ്റ്റ് പടം ഭയങ്കര ബ്രൂട്ടൽ ആൻഡ് ഓണസ്റ്റ് ആയിരിക്കണം. ഇനി ബ്രൂട്ടൽ ആൻഡ് ഓണസ്റ്റ് ആയിട്ടില്ലെങ്കിൽ പണിയില്ല. മോളിവുഡ് ടൈംസ് സക്സസ് ട്രിലജി ഫാക്ടർ പറഞ്ഞല്ലോ. ഇനിയിപ്പം എന്താ, ഇപ്പം ആഫ്റ്റർ മോളിവുഡ് ടൈംസ് ഒരു തോട്ട് പ്രോസസ് എടുക്കുവാണെങ്കിൽ
ഇപ്പൊ ഇതിൽ ഈ പറയുന്ന ഷെയ്ഡ്സുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ബേസിക് ഇൻസ്റ്റിങ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണല്ലോ ഈ രണ്ട് ക്യാരക്ടറിന്റെയും ഇത് വരുന്നത്. ഞാൻ പറഞ്ഞ ഇതില് അഭിനവ് സുന്ദർ നായകനെയൊക്കെ മാറ്റി വെച്ച ഈ രണ്ടാള്, സച്ചിൻ വൈക്കണ്ടേയുടൻ, വിനീത് മാധവൻ ആൻഡ് മൂന്തനുണ്ണി എന്ന് പറയുന്നത്, ഇനിയൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇനിയൊരു സ്റ്റോറി പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കാരണം ഇത് റൂൾ ബ്രേക്ക് ചെയ്യാൻ പറ്റിയല്ലേ, ഇനിയിപ്പം ഇനി എന്നിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അതെ അതെ, അതും വെച്ചാൽ എനിക്ക് ഫ്രീ ആയിട്ട് സിനിമ ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആക്ച്വലി ആകെ ഇപ്പം എനിക്ക് വലിയ വലിയ സൂപ്പർ സ്റ്റാർസിനോട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു അങ്ങനത്തെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ശരിക്കും പറയുക ജനറലി ഫിലിം മേക്കേഴ്സിന് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ പറ്റണം. ഞാൻ ആ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ ആരാണോ അയാളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പം എനിക്ക് മോളിവുഡ് ടൈംസിന് നസ്ലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് ഏറ്റവും പീക്ക് എനിക്ക്. അത് മതി. ഞാൻ കണ്ടത് നസ്ലിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നാണ്, അതെനിക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ നെക്സ്റ്റ് പടം ഞാൻ ചെയ്യുന്ന സമയത്ത് അതിൽ ആരാണോ ഞാൻ ഉദ്ദേശിച്ചത് അയാൾ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സിനിമ ചെയ്യണമെന്നോ എന്നല്ല, എനിക്ക് ചെയ്യാൻ എൻ്റെ ഇഷ്ടത്തിലുള്ള സിനിമ അതെനിക്ക് ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരും കൺട്രോൾ ചെയ്യാൻ വരരുത്. എനിക്കിഷ്ടമുള്ള രീതിയിൽ ആരുടെയും കൺട്രോൾ ഇല്ലാതെ ആരും എൻ്റെ പിന്നിൽ വന്നിട്ട് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറയാതെ എനിക്ക് ചെയ്യാൻ പറ്റണം. ഇത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ വളരെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ അഭിനവ് സുന്ദർ നായക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ബോഡി ഓഫ് വർക്ക് ഓഡിയൻസിന് പിടുത്തം കിട്ടിയിട്ടുള്ള അങ്ങനെ ഒരു ഫാൻ ബേസ് എത്തിയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ ഇനിയൊരു സിനിമ എടുക്കുന്ന സമയത്ത് അതിലൊരു പേഴ്സണൽ ജേർണി കണക്റ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം ഇനിയും എഴുതപ്പെടേണ്ട സിനിമയാക്കണം എന്ന് തോന്നുന്ന ഫാക്ടർ കിടപ്പുണ്ടോ? ചെറുതായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ, പക്ഷെ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആക്ച്വലി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ ഇനി ചെയ്യാൻ പോകുന്നത് അത് ഇപ്പം വന്ന ചെറിയ ക്രിറ്റിസിസം ആണെങ്കിലും കൂടെ അതൊന്നും വരാത്ത രീതിയിൽ ക്ലീൻ ആയിട്ടുള്ളൊരു ഫിലിം ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ കുറച്ചധികം പേഴ്സണലായി പോയി മോളിവുഡ് ടൈംസ്. അല്ല, പക്ഷെ വേറൊരു രീതിയിൽ മറ്റേ സംവിധായകൻ മറ്റേ ഇത് സ്വതന്ത്രനായി പറഞ്ഞല്ലേ, കൊടുത്തുനിന്ന് പുറത്തിറങ്ങി പറഞ്ഞ അതൊരു എനിക്ക് തോന്നുന്നു അതെന്റെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അത് വർക്കായി ആ പേഴ്സണലായത്. അടുത്ത സിനിമ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഇത്ര പേഴ്സണൽ ആവാതെ ഇത്ര ക്യാരിഡ് അവേ ആവാതെ ചെയ്യണം എന്നാണ് ആഗ്രഹം. എനിക്ക് അടുത്ത സിനിമ കുറേ കൂടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ശരിക്കും ഇപ്പോൾ അതെ അതന്നെയായിരുന്നു എനിക്ക് മോളിവുഡ് ടൈംസിലും ആഗ്രഹം. പക്ഷെ കുറച്ചൊന്ന് ക്യാരിഡ് അവേ ആയിപ്പോയി, കുറച്ചൊന്ന് ഞാൻ പേഴ്സണലായി, കുറച്ച് ഓവർ പേഴ്സണലായി. പക്ഷെ അടുത്ത പടം എനിക്ക് ജെനുവിൻലി എനിക്ക് കുറേ കൂടെ ഓഡിയൻസിന്റെ മൈൻഡിൽ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ എല്ലാതും ഓഡിയൻസിന് വേണ്ടി ഡിസിഷൻ എടുക്കണം എന്നല്ല ഉദ്ദേശം. ഡെഫിനറ്റ്ലി സിനിമ പേഴ്സണലായിട്ട് ചെയ്യണം തന്നെ ആഗ്രഹം. പക്ഷെ അത് ഓവറായിട്ട് ക്യാരിഡ് അവേ ആവാതെ ഓഡിയൻസിന് തുടക്കം തൊട്ട് അവസാനം വരെ എൻഗേജ് ചെയ്ത് എന്റർടൈൻ ചെയ്ത് ത്രില്ല് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമകൾ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ശരിക്കും. ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ ആണെങ്കിലും നമ്മളൊരു പെർഫോമൻസ് മൈൽ സ്റ്റോൺ പോലെയാണ് ഇത് മൂന്തനുണ്ണി അസോസിയേറ്റ്സ്. സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു മോസ്റ്റ് വെയിറ്റിംഗ് സീക്വൽ സിനാരിയോ അതിലാണ്. ശരിക്കും പ്രാഥമിക ആലോചന ഉണ്ടായത് അത് എന്ത് തരം പടമായിട്ടാണ്? ഒരു ആക്ച്വൽ സീക്വൽ ആണോ അല്ലെങ്കിൽ പല 2 എന്നുള്ളതിൽ മാത്രം നിൽക്കുന്നതാണോ? അതൊരു ഫ്രാഞ്ചൈസ് ആണ്? എന്താണ്? സീക്വലാ, അത് ഡയറക്റ്റ് സീക്വൽ, അത് കണ്ടിന്യൂഷൻ ഓഫ് ഫസ്റ്റ് പാർട്ട്. അതിൽ വേറെ പുതിയ ക്യാരക്ടേഴ്സ് വരും, പക്ഷെ മുകുന്ദനുണ്ണിനെ ഫോളോ ചെയ്യുന്ന പടമാണ്. സെയിം പാറ്റേണിലുള്ള അതിൻ്റെ ഒരു പ്രോപ്പർ കണ്ടിന്യൂഷനാണ്. വിനീതേട്ടൻ്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് തന്നെ, പക്ഷെ അത് കഥ പുതിയൊരു കഥ, അതിന് കണ്ടിന്യൂഷൻ പക്ഷെ പുതിയ കഥ തുടങ്ങും അങ്ങനെ. അപ്പോൾ അതിൽ വേറെ ക്യാരക്ടേഴ്സും വേറെ ലീഡിങ് ആയിട്ടുള്ള വേറെ കുറച്ച് ആക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.